ദൗത്യത്തിൽ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് എത്തും പിടിയും കിട്ടാതെ രാവിലെ വന്ന് നമ്മളോട് പോയി നിൽക്കും, വൈകുന്നേരം നിരാശ മാത്രമുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ എല്ലാവരും അവിടെ ഉണ്ടല്ലോ. നമ്മൾ 14 ദിവസം നമ്മൾ ഉണ്ടായതാണ്. ഈ പറഞ്ഞ എന്താണ് മനാഫ് ആദ്യം മുതൽ അവിടെ ഉണ്ട്. അതിലൊരു ദിവസം ഞാൻ ഷിരൂരിൽ നാട്ടിലേക്ക് തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വൈകിട്ട് അവിടുത്തെ പെരുമഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ അതിഭീകര മഴയും അതിഭീകരമായ കൊടുങ്കാറ്റുള്ള കാറ്റുമാണ്. മനാഫ് അവിടെ നിൽക്കുന്നു. ഞാൻ പോയി ഷേക്കാൻ കൊടുത്തപ്പോൾ കൈ പൊള്ളുന്ന പനിയാണ്, വലിയ ചുമയാണ്. അപ്പോൾ പെരുമഴയത്ത് പോത്ത് നനയുമ്പോൾ ഈ മനുഷ്യൻ നനയുക. ഞാൻ ആലോചിച്ചു വട്ടാണ് സീരിയസ്. ഞാൻ ആലോചിച്ചു ഒരു കുട പോലുള്ള നനയുക, ഒരു ഭ്രാന്തനെ പോലെ ഈ ദിവസങ്ങൾ മൊത്തം അലഞ്ഞ മനുഷ്യനാണ് രാഹുൽ ഈശ്വർ. ഇവിടെ വീട്ടുമുറ്റത്ത് 2 ഓടിയും ഒരു ബെൻസും അല്ലെങ്കിൽ മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ്സും അല്ലെങ്കിൽ പരമ്പരാഗതമായ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആൾക്ക് അങ്ങനെ നിൽക്കുന്ന കാര്യമൊന്നുമില്ല. എല്ലാവരും നിൽക്കുന്നവരല്ല. മനാഫിനെ നമുക്ക് വേണം. രാഹുൽ ഈശ്വർ അവിടെ ഒരു ഷിരൂരിൽ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആത്യന്തികമായ നഷ്ടമാർക്കാണ്, അർജുന്റെ വീട്ടുകാർക്കാണ്. അവിടെ അർജുന്റെ വേർപാടിൽ വിലപിക്കുന്ന ഒരു അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. ആ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. ഈ രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അതിനിടയിൽ നിന്ന് ഇവരെ തമ്മിലടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് അലമ്പുണ്ടാക്കാനോ ശ്രമിക്കുന്ന ഒരു ശക്തികളെ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. രാഹുൽ ഈശ്വർ സംശയമില്ല. അവിടെ പ്രത്യേകിച്ച് മനാഫ് കൂടി ഉള്ളതുകൊണ്ട് മനാഫിനോട് നേരിട്ടൊരു വാക്ക് പറയണമെന്ന് ആഗ്രഹിച്ചു. വാക്കുകൾ ഒട്ടും ലോപിക്കാതെ പറയട്ടെ. മനാഫ്, നിങ്ങളൊരു ഹീറോ ആണ്. നിങ്ങൾ നമ്മുടെ ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. ആ അഭിമാനം നമ്മുടെ എല്ലാവരെയാണ്. അതിന് ഈ കാരണം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആലങ്കാരികമായി പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ മനാഫിനോടുള്ള സ്നേഹം കളിക്കാനാണ്, അല്ലാതെ മനാഫിന്റെ ദ്രോഹത്തിയുടെ വീഡിയോകളായിട്ടല്ല. പകരം മനാഫ് എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ഇഷ്ടവും നിങ്ങൾ അവിടെ കാണിച്ച നായകത്വവും ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ മുമ്പോട്ടെടുത്ത കാര്യത്തിന് എല്ലാ മലയാളികളുടെ ഭാഗത്തും ഒരു ആലിംഗനം, ഒരു ഹങ്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു ഹീറോ. അതേപോലെ ശ്രീ ഈശ്വർ മാത്തെ നിങ്ങൾക്ക് മലയാളികളുടെ ഭാഗത്ത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളും നമുക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഒരു ദിവസം നിങ്ങളെ അനുഭവം ഉണ്ടായി. ഒരു വീഡിയോക്കാരൻ നേരെ വെച്ചിട്ട് ഈശ്വരനെ എപ്പോഴാണ് നിന്നാ തുടങ്ങുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതാരെ നിങ്ങൾ ഉദ്ദേശിക്കും, നിങ്ങൾ ഈശ്വർ മാൽപ്പയല്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും എനിക്കും 24 ഏതോ ചാനലിന്റെ ഭാഗത്ത് നിന്ന് കുറവ്. ഇപ്പൊ നിങ്ങൾ എല്ലാം നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈശ്വർ മാൽപ്പയാണ്. നിങ്ങൾ മലയാളികൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്. എല്ലാം നന്നായി പോകുന്ന നമുക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും ഒക്കെ നമ്മൾ കുറ്റം പറയും. ഈ അമ്മയെ തല്ലിയാലും 3 അഭിപ്രായം ഉണ്ടെന്ന് നമ്മുടെ മലയാളികളെ കുറിച്ച് പറയാറുള്ളത്. അതുകൊണ്ട് ഈശ്വർ മാൽപ്പയെ വിഷമിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളാണ്. 2-3 കാര്യങ്ങൾ. ഇനി ശ്രീ ഹാഷ്മിയോട് കൂടി ഒരു കാര്യം. ഹാഷ്മിയോട് 99% കാര്യങ്ങളും യോജിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ചേർത്ത് നിൽക്കാൻ നമുക്ക് ആവശ്യമാണ്. ഇതിനോട് 100% യോജിക്കുന്നു. പ്രത്യേകിച്ച് അർജുന്റെ കുടുംബത്തോടും അവരോടും താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ളത് അർജുൻ നമ്മുടെ നാടിന്റെ നോവാണ്, വേദനയാണ്. ഇപ്പൊ നിങ്ങളെ എല്ലാം നമ്മുടെ നാട്ടിൽ അറിയുന്നത് നിങ്ങളുടെ വേദന പങ്കുവെക്കുന്ന നിങ്ങളെ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പരസ്പരം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ രണ്ടുപേരെ കൂട്ടിയടിച്ച് അതിന്റെ ഇടയിൽ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരുപാടുണ്ട്. ഇല്ലാത്ത കള്ളക്കഥകൾ കുത്തിത്തിരികി സാമുദായികമായ ആംഗിൾ കൊണ്ടുവന്ന് വേറെ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അവരിൽ വീട് പോകരുത്. അർജുന്റെ കുടുംബത്തെയല്ല ഞങ്ങളെല്ലാം എത്രയോ ദിവസം ഉദ്വേഗത്തോടു കൂടി എന്ത് സംഭവിച്ചു, പ്രാർത്ഥിച്ചു. ഇതെല്ലാം സാധാരണ എല്ലാ മലയാളികളും ചെയ്തു. എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ ഈ കുടുംബത്തിലെ ആൾക്കാരെ അറിയാം, അവരുടെ കുട്ടികളെ അറിയാം. അപ്പം നല്ല അർത്ഥത്തിൽ പറയുന്ന കാര്യം ഇപ്പൊ മനാഫ് പറയുന്ന വാക്കുകളുണ്ട്, എന്റെ മോനെ പോലെ കാണുന്നു. നമ്മളെല്ലാം നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ പറയും. നമ്മുടെ എങ്ങനെ ഒരു സഹോദരന്റെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ കുട്ടി എന്റെ മകനെ എവിടെ പോയാലും ചെറിയ നീരസങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് സമൂഹത്തിൽ ചെറിയ നീരസം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരായാലും അങ്ങനെ ഉണ്ടാവണമെന്നേ. അല്ലെങ്കിൽ മനുഷ്യർ അവരെ യന്ത്രങ്ങൾ കമ്പ്യൂട്ടർ ആവില്ലേ. ചെറിയ നീരസങ്ങളുണ്ട്, അത് പരിഹരിക്കാവുന്ന നീരസങ്ങളായിരുന്നു. പോട്ടെ, അത് വാർത്താ സമ്മേളനത്തിലേക്ക് പോയി പോട്ടെ. ഞാൻ പറയുന്നത് അവരെ അതിന്റെ പേരിൽ പറയാവുന്നതിന്റെ പരമാവധി വൃത്തിയോട് പറയാൻ പാടില്ലെന്നേ. നമുക്ക് മനാഫിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റണം. അല്ലേ? 100% മനാഫിന്റെ വാക്കുകൾ തന്നെ എടുക്കണം. ഞാൻ മനാഫിന്റെ പ്രതികരണം ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ അടക്കം അതായത് മനാഫ് പറഞ്ഞാൽ അവരോട് ഞാൻ ക്ഷമ പറയുന്നു, പ്രശ്നങ്ങൾ തീരട്ടെ. ഈ സമീപനം ആവശ്യമാണ്. കാരണം നമുക്കെല്ലാം നമ്മളെക്കാൾ എല്ലാം വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ കുടുംബത്തിനാണ്. ആ കുടുംബത്തിന്റെ വേദന ചേർത്ത് നിൽക്കണം. അവർ വളരെ ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന ഒരു അവസരമാണ്. നമ്മുടെ എല്ലാ കുടുംബത്തിലും നമ്മൾ റിയാക്ട് ചെയ്യും, വൈകാരികപരമായി റിയാക്ട് ചെയ്യുന്ന ഒരു അവസരമാണ്. അവരുടെ വേദനയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. അവരോടൊപ്പം തന്നെയാണ് എല്ലാവരും. ആരെങ്കിലും അവരെ പ്രത്യേകിച്ച് സഹോദരിയോ അമ്മയോ ഒക്കെ എന്തെങ്കിലും രീതിയിൽ മോശം പറയുന്നത് അതിന് പിൻവാങ്ങണം. നമുക്ക് ഈ നെഗറ്റിവിറ്റി ഇല്ലാതെ ജീവിച്ചൂടെ? ഇവരിലെ നന്മയെ നമുക്ക് കണ്ടുകൂടെ? ഒരുപക്ഷെ അർജുന്റെ കാര്യത്തിൽ കേരളത്തിന്റെ പ്രത്യേകത എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസമാണ്. അർജുന്റെ കാര്യത്തിൽ അർജുനെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അർജുന് വേണ്ടിയുള്ള ദൗത്യത്തിൽ നമ്മൾ എല്ലാവരും ഒന്നായിരുന്നു. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ ഒന്നുമില്ല. നമ്മൾ എല്ലാവരും അർജുന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്, തിരിച്ചു കിട്ടുന്ന അവസാന നിമിഷം പ്രതീക്ഷവരാണ്. അങ്ങനെ പോസിറ്റീവായി പോകൂടെ? അതുകൊണ്ട് അർജുന്റെ ഫാമിലിയെ ആക്രമിക്കുന്നത് തെറ്റാണ്, മേലെ മനാഫിനെ അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയെ ആക്രമിക്കുന്നത് തെറ്റാണ്. രണ്ട് പോലീസുകാരും ഈ കേസ് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു ചാപ്റ്ററാണ് കഴിഞ്ഞത്. ഇനി അതിന്റെ പേര് കേസും വഴക്കും എന്നൊക്കെ പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? സോഷ്യൽ മീഡിയയിലെ മുഖമില്ലാത്ത അല്ലെങ്കിൽ മുഖമുള്ള വിവരപ്പെട്ട വൃത്തികെട്ടമാരെ മനസ്സിലാക്കാം, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാം. ഈ പോലീസിന്റെ പ്രശ്നം എന്താണ്? റെജി ലൂക്കോസ് ഇവർ ഈ പറഞ്ഞ സൈബർ ബുള്ളിംഗിൽ സോഷ്യൽ മീഡിയ ആക്രമണത്തിൽ പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുമ്പോഴേക്കും മനാഫിന് ഒന്നാമത്തെ കേസ് എടുക്കുക. എന്താ കേസ്? എന്താ സൈബർ ബുള്ളിംഗ് അല്ല കേസ്? എന്തോ മതസ്പർദ്ധ, എന്തോ കലാപാഹ്വാനം. എങ്ങോട്ടാണ് നീ കൊണ്ടുപോകുന്നത് റെജി ലൂക്കോസ്? ഹാഷ്മി, എനിക്ക് അതിനുള്ള മറുപടിക്ക് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ചേർത്തൊരു കാര്യം പറയാം. ഇന്ന് കേരളത്തിലും, അതായത് കേരളത്തിന്റെ മാനവികതയുടെയും മാതൃകയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും ഉദാത്തമായ 2 മാതൃകകളാണ്. കർണാടക സ്വദേശിയാണെങ്കിൽ പോലും ഈശ്വർ മാൽപ്പയും കേരളത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ മനാഫും. ഇന്ന് ഈ മനാഫ് എൻ്റെ ഒരു സുഹൃത്താണ്. മനാഫ് സുഹൃത്താൻ കാരണം പറയാതെ കേൾക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി, പ്രിയങ്കരനായ അർജുന്റെ ഡെഡ് ബോഡി കിട്ടിയപ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ട് എൻ്റെ ഭാര്യ ഒരു വാക്ക് പറഞ്ഞു, ഈ മനുഷ്യനല്ലേ വേറെ ആരാണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ ഇട്ടേച്ച് പോകുന്നു പറഞ്ഞു. ഞാൻ അപ്പോഴേ 24 വിളിച്ചിട്ട് നമ്പർ കളക്ട് ചെയ്ത് ഈ മനാഫുമായിട്ട് 20 മിനിറ്റ് സംസാരിച്ചു. ആ മനുഷ്യൻ തനിക്ക് അതുണ്ട്, അത്ര ലോറിയുണ്ട്, തനിക്ക് തടിമില്ലുണ്ട്, തനിക്ക് മലേഷ്യ റെസ്റ്റോറൻറ്റ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഈ അർജുനെ കിട്ടുന്നതിനെ കുറിച്ചും സാറേ എനിക്കതിന്റെ സന്തോഷം, ഇത്തരം കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തോട് പങ്കുവച്ചിട്ടുള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹത്തിനെ ഈ പറയുന്ന സൈബർ ഒരു ചെറിയ ശതമാനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിനകത്ത് കള്ളക്കടത്തായിരുന്നു, സ്വർണ്ണമായിരുന്നു, കഞ്ചാവ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടും ഈ ലോറിയായിട്ടാണ് കടന്നുപോയി അർജുനെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നോ ഇത് നാടകമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുടെ മുന്നിൽ ആ മനുഷ്യൻ അവരെ കുറിച്ച് ഒരു അക്ഷരം പോലും ഉണ്ടാകാതെ അദ്ദേഹത്തിന്റെ ഞാൻ പോലും കോരിത്തിരിച്ചു. എനിക്ക് സ്വഭാവം ഉണ്ടാവില്ലേ? മനാഫ് കുറച്ച് വൈകാരിക പ്രതികരിക്കുന്ന ആളാണ്. അതിന് ഉദാഹരണം ഒരു ദിവസം എന്റെ ഫോണിലേക്ക് എന്താണ് മനാഫിന്റെ ഞാൻ ഒരു മെസ്സേജ് വരുന്നുണ്ട്.
എനിക്കെല്ലാം നഷ്ടപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട് ദുരന്ത സമയത്താണ് കേട്ടോ. അല്ലാതെ വിളിക്കുമ്പോഴൊക്കെയും സംസാരിക്കുമ്പോഴൊക്കെ കരച്ചിലാണ് അല്ലെങ്കിൽ തേങ്ങലാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഒരു മുഷിഞ്ഞ ഷർട്ടും ഒരു കൂറ പാൻറ് ഇട്ടുകൊണ്ട് ആ ഷിരൂരിൽ ആ മഴയത്തോ ഒക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു കുട പിടിക്കാൻ പറ്റും, ഒരു കുട പിടിക്കാനും ഒരു വൃത്തിയുള്ള വസ്ത്രം ഇടാനൊക്കെ മനാഫിന് ആ സമയത്ത് പറ്റും. അതൊന്നും ചിന്തയില്ലാതെ ഏതോ ലോകത്തുന്ന മട്ടിൽ ഇങ്ങനെ നടക്കുന്ന മനാഫിന് എത്ര ദിവസം കണ്ടു. ഓരോ മനുഷ്യന്മാരും ഓരോ നേച്ചറല്ലേ, ഓരോ മനുഷ്യന്മാരും വികാരം പ്രകടിപ്പിക്കുന്ന ഓരോ രീതിയിലല്ലേ. എന്റെ ചോദ്യം, അത് കലാപാഹ്വാനമാക്കാമോ, അത് മതസ്പർദ്ധയാക്കാമോ, അതിന് ആ ലെവലിൽ കൊണ്ടുപോകാമോ റജി ലൂക്കോസ്? തീർച്ചയായിട്ടും ആ ചോദ്യം നന്നായി. അതൊരു തെറ്റിദ്ധാരണപരമായിട്ടുള്ളത്. കാരണം വെച്ചാൽ മനാഫിന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരായ അർജുന്റെ കുടുംബം പരാതി കൊടുത്തിരിക്കുന്നു. പരാതി കൊടുത്തതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് പരാതി കിട്ടുമ്പോൾ പോലീസ് കേസെടുക്കും. പക്ഷേ പോലീസിന്റെ നമ്മുടെ മെഡിക്കൽ കോളേജ് ACP എന്നാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നോക്കിയിട്ട് എന്തെങ്കിലും മോശമായിട്ടുണ്ടെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് പേര് കേസെടുക്കില്ല, അദ്ദേഹത്തിന് വെറുതെ വിടുന്ന പറഞ്ഞത്. അതൊരു നിയമസംഹിതയുടെ ഭാഗം മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ആരും വേട്ടയാടാനായിട്ട് കേരളീയ സമൂഹം അംഗീകരിക്കത്തില്ല. ആ കുടുംബത്തിന്റെ പരാതി എന്താണ്? ആ കുടുംബത്തിന്റെ പരാതി നേർക്കുന്നവർ മനാഫിനെതിരെയുള്ള പരാതിയല്ല. ആ കുടുംബത്തിന്റെ പരാതി നേർക്കുന്നവർ മനാഫിനെതിരെയുള്ള പരാതിയല്ല. മനാഫിന്റെ ഒരു യൂട്യൂബിൽ പറയുന്ന കാര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തെ ആക്രമിക്കുന്നു, അവരുടെ കുടുംബത്തെ സൈബർ വേട്ട. ഇപ്പോൾ റജി ലൂക്കോസ്, ഇപ്പോൾ ഞാൻ കാലങ്ങളായി സൈബർ വേട്ട നേരിടുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പൊ എനിക്കൊരു എന്താണ് ഒന്നുമില്ല, ഇത് കണ്ട ഒന്നും തോന്നാറില്ല. ആ കുടുംബം ജീവിതത്തിൽ ആദ്യമായി ഈ കമന്റുകൾ വായിക്കുകയാണ്, ആ കമന്റുകൾ വായിക്കുന്ന വൃത്തിയോട് വായിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, അവർ ഈ സൈബർ ബുള്ളിങ്ങിനെതിരെയാണ് പരാതി. അത് പോലീസിന് മനസ്സിലാവണ്ടേ ഈ പറഞ്ഞ സൈബർ ബുള്ളിംഗ് ആണ് പ്രശ്നം, അതല്ലാതെ മതസ്പർദ്ധ കലാപാഹ്വാനം എന്ന് പറഞ്ഞ BNS അങ്ങേറ്റത്തെ വകുപ്പിട്ട് ഈ കഷ്ടപ്പെട്ട മനുഷ്യരെ എന്താ കൊടുക്കാൻ നോക്കുക. ശരിയാണോ സാർ? അത് സോഷ്യൽ മീഡിയയിലെ എന്താ വിവരം കിട്ടാൻ ഇതിന് വിവരം ഉണ്ടാവില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഹാഷ്മി, മനാഫ് വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മനാഫിനെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോക മലയാളികളുടെ മുമ്പിൽ ആരുമല്ലായിരുന്നു അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ. ഈ അർജുനെ ലോകത്തിലെ എല്ലാ വീടുകളിലും മലയാളികളുടെ വീടുകളിലും തങ്ങളിൽ ഒരാളെന്നുള്ള ചിന്ത ഉയർത്തിയതാരാ? ഈ ചർച്ചയിലിരിക്കുന്ന ഈ മനുഷ്യസ്നേഹിയ മനുഷ്യനാ. അതുപോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഹാഷ്മിയോട് പോയി ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്തല്ലേ? ഏതെങ്കിലും മാധ്യമത്തിനെ വിളിച്ചു വരുത്തിയോ ഈ മനാഫ്? മാധ്യമങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വികാരഭരിതനായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ 3.5 വർഷം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത ഡ്രൈവർ അർജുൻ അതേ കാണാതിരുന്നപ്പോൾ മഴയത്തും വെയിലത്തും പോലീസുകാരെ ഇടിയും ആട്ടും കുത്തുകൊണ്ട് ഈ പറയുന്ന ഈ മനുഷ്യൻ അവിടെ അനുഭവിച്ച ത്യാഗങ്ങൾ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഹാഷ്മി തന്നെ പറഞ്ഞില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് വൈകാരികമായ അത്ര ഒരു വൈകാരിക തരത്തിലില്ലാത്തൊരു വ്യക്തി അവിടെ നിൽക്കുന്നു തോന്നുന്നുണ്ടോ? തോന്നത്തില്ല. ഞാനാണ് നിൽക്കത്തില്ല, ഹാഷ്മിയാണ് നിൽക്കത്തില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയേ, ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ മുതലും അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹം ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചു. ഇനി ഞാൻ ഒരു കാര്യം ചർച്ച തുടങ്ങി പറയാം. ഇവിടെ പലരും സോഷ്യൽ മീഡിയയിൽ ഇട്ടു അദ്ദേഹത്തിന് ഇത്ര ലോറിയുണ്ട്, മലേഷ്യയിൽ ബിസിനസ് ഉണ്ട്. എന്നോട് സംസാരിക്കുമ്പോഴൊന്നും അദ്ദേഹം പറഞ്ഞില്ല, ഒരു മാധ്യമത്തോട് അദ്ദേഹം പറഞ്ഞില്ല തനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ടോ. പക്ഷേ ഞാൻ അതിന്റെ പിന്നിൽ കുറെ വർക്ക് ചെയ്തു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു. അപ്പോഴും അതേ ഈ കഴിഞ്ഞ ദിവസം അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇതൊന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എത്ര ലോറിയുണ്ട്? സാറേ, എനിക്ക് 6 ലോറി ഉണ്ട്. താങ്കൾക്ക് തനിമയിലുണ്ടോ? ഉണ്ട്. താങ്കൾക്ക് മലേഷ്യ ബിസിനസ് ഉണ്ടോ? ഉണ്ട് സാറേ. എന്നാ ബിസിനസ് ആണെന്ന് പറഞ്ഞില്ല. പക്ഷേ കോലാലംപൂരിൽ എൻ്റെ സുഹൃത്തുണ്ട് എന്നോട് റിസീവ് ചെയ്യുന്ന. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ ആളെ അറിയോ? സാറേ, എനിക്കറിയാം, അവർക്ക് ഇവിടെ വലിയൊരു ബിസിനസ് ഉണ്ട്. ഈ മനാഫ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത മനുഷ്യൻ ചെയ്യുക, എന്തൊരു കാര്യത്തിൽ ഇറങ്ങിയാൽ അതിന്റെ കൂടെ നിൽക്കും. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് 10 പൈസ ഒരു മനുഷ്യൻ ആവശ്യമില്ല. അദ്ദേഹം വേട്ടയാടപ്പെടുന്ന ദുഃഖമാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് അനിയനെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തിന് അനിയനെ ഇദ്ദേഹത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ ആ കുടുംബത്തെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇപ്പോൾ അവരോടൊപ്പം നമ്മൾ. പക്ഷേ ജിതിൻ എന്ന് പറയുന്ന ഈ പറയുന്ന അർജുന്റെ പ്രിയങ്കരനായ അർജുന്റെ ബ്രദറിലോ പറഞ്ഞത് അന്യായമായി പോയി, നന്ദികളായി പോയി. അത് വാഹനമല്ല, ഞാൻ പറയാൻ കാരണം എന്താണ്? ഞാൻ പറയാൻ കാരണം ജീവിതത്തിൽ ആദ്യമായി സൈബർ ആക്രമണം നേരിടുന്ന ഒരു കുടുംബത്തിന്റെ പ്രത്യേകിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ യാത്ര പറഞ്ഞിരിക്കുന്ന ട്രോമയിൽ നിൽക്കുമ്പോൾ അവരെ വേട്ടയാടാത്ത രീതിയിൽ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു സംഘം ആളുകൾ, ഒരു സംഘം വൃത്തികെട്ട ഞാൻ പറയും, ആ വാക്ക് ഉപയോഗിക്കും. ആ വാക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല. അതിനെതിരെയായിരുന്നു അവരുടെ പ്രതികരണം. അതിന് അവർ സാധാരണ മനുഷ്യരാണ്, അവർക്ക് സ്ട്രക്ചർഡായ വാർത്താ സമ്മേളനം അറിയാവുന്നവരല്ല എന്നപ്പോൾ അത് പറഞ്ഞു പോയി. അത്രേ ഉള്ളൂ. അങ്ങനെ കരുതിയാൽ മതി എന്നതിനെ. റജി ലൂക്കോസിന് അങ്ങനെ ആണോ അല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ കരുതുന്നതാണ് നല്ലത്. ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിച്ചു. ഹാഷ്മിയെ ഏതെല്ലാം രീതിയിൽ ഇവിടെ വക്രീകരിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ വേട്ടയാടിക്കൊണ്ട് നിങ്ങൾ അർഹനാണോ അതിന്? അത് ഇവിടുത്തെ കുറെ എണ്ണത്തിന്റെ സ്വഭാവം. അവർ അതിലൂടെ പൈസ ഉണ്ടാക്കുന്നത് അതല്ല വിഷയം. ഈശ്വർ മാൽപ്പേ എഴുന്നേറ്റൊന്ന് ശ്രദ്ധിക്കണം രണ്ടുപേരും. കാരണം അറിയോ, അതെനിക്ക് ശീലമായതാണ്. അതുകൊണ്ടാണ് അതിനെ ബാധിക്കാത്തത്. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ബാധിക്കുന്നത്. ഞാൻ പറയട്ടെ, ആ കുടുംബത്തിൽ ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചെന്ന് പറഞ്ഞ് കുറെ എണ്ണം സൈബർ ബുള്ളിങ് നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരാ ഞാൻ ഒരു ചർച്ചയിൽ ഇരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സംസ്കാരം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗംഗാവാരി പുഴയിലൂടെ 9 സ്പീഡിൽ വെള്ളം ഒഴുകുമ്പോൾ നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് പേടിച്ച് മാറുന്നപ്പം ഈ ചർച്ചയിലിരിക്കുന്ന ഈശ്വർ മാൽപ്പേ എന്ന് പറഞ്ഞ മനുഷ്യശേഖി തന്റെ എന്താ പറയാ കൃത്യമായി ചലിക്കാൻ പോലും പറ്റാത്ത കുഞ്ഞുങ്ങളെ ഭാര്യയായിട്ട് ഓടി വന്ന് ലോക മലയാളികൾ കൈകൂപ്പി പ്രാർത്ഥിച്ച് ഈ മനുഷ്യനൊന്നും സംഭവിക്കില്ല. അദ്ദേഹം ആ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു ഈ മനുഷ്യനെ കിട്ടാൻ വേണ്ടി. ആ മനുഷ്യൻ പൊങ്ങിയോടാന്നറിയോ? ലൈവായിട്ട് നിങ്ങൾ കാണിച്ചോണ്ടിരിക്കുക. 700 മീറ്ററിനപ്പുറേ ഞാൻ എഴുന്നേറ്റ് അയ്യോ എന്ന് വെച്ച് പോയി. അവിടുന്നാണ് അദ്ദേഹത്തിന്റെ ദൗത്യ സംഘത്തെ രക്ഷപ്പെടുത്തി. അന്ന് അദ്ദേഹത്തെ തിരിച്ചു കിട്ടില്ലായിരുന്നല്ലോ. ആർക്ക് വേണ്ടിയിട്ടാ? എവിടെയോ ഉള്ള അർജുന് വേണ്ടി മനുഷ്യൻ പോയി ചാടി. ആ മനുഷ്യനെയൊക്കെ ഈ പ്രിയങ്കരനായ ആ അർജുന്റെ ബ്രദറിലോ ഇരുന്ന് 3ാം ഘട്ടത്തിൽ അവർ ആ കുടുംബം ഒന്നാമത് ട്രോമയിൽ നിൽക്കുകയാണ്. ആ ട്രോമയിൽ സോഷ്യൽ മീഡിയ ആക്കണം തോന്നുമ്പോൾ ആ കുടുംബത്തിന് താങ്ങാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിലേക്ക് അവർ വിളിക്കുന്നുണ്ട്. അവർ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വയ്യ, ഇനി സോഷ്യൽ മീഡിയ ആക്കണം താങ്ങാൻ വയ്യെന്ന് പറയാണ്. അവരുടെ വൈകാരികതയെ നമ്മൾ ആ അർത്ഥത്തിൽ 100% ബഹുമാനിച്ചു കൊടുത്താൽ മതിയാവും. അല്ല ഹാഷ്മി, അത് ബഹുമാനിക്കുന്നു. ആ കുടുംബത്തിനൊപ്പം നമ്മളിപ്പോ. പക്ഷേ ജിതിൻ എന്ന് പറയുന്ന പ്രായപൂർത്തിയായ വിവേകമുള്ള ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതിനോട് കൊടുക്കാൻ എനിക്കറിയില്ല. ശരി മനാഫ്, പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടാണ് അയാളുടെ മനുഷ്യനേകം? അയാൾ മാപ്പ് പറഞ്ഞില്ലേ?
ശരി, അതാണ് ശ്രീ മനാഫ്. പക്ഷേ ലോകത്തിലെ മലയാളികൾ എന്ന് പറയുന്ന സമൂഹം ഉണ്ടല്ലോ, ആ ശരി, മലയാളി സമൂഹത്തിന് ഒരു വികാരം ഉണ്ടായി. ആ ശരി, ഓക്കെ, വികാരത്തെ ഓക്കെ. വെല്ലുവിളിച്ചാൽ ഇല്ല, ലോക മലയാളി സമൂഹം ശരിയില്ല, അതിനകത്ത് വികാരം ഉണ്ടാവേണ്ട കാര്യമില്ല. നമുക്ക് മനാഫിന്റെ വൈകാര്യം നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മൾ ആ കുടുംബത്തിന്റെ വൈകാര്യത്തെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ അതിനകത്ത്. ശ്രീ മനാഫ് ഇവിടെ ശരി, ശ്രീ മനാഫ് ഇവിടെ പറയാൻ മാത്രം എന്ത് തെറ്റാണ് ശരി.